CPI 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള CPI കണ്ണൂർ ജില്ലാ സമ്മേളനം കണ്ണൂരിൽ ജൂലൈ 4, 5, 6 തീയതികളിൽ നടത്തപ്പെടും. 11 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂർ നഗര CPI ജില്ലാ സമ്മേളനത്തിന് ആതിഥ്യമരുളുന്നത്. CPI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ, സാംസ്കാരിക സമ്മേളനം തുടങ്ങിയ പരിപാടികൾ ഇതിനോടകം സംഘടിപ്പിച്ചു കഴിഞ്ഞു. പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള പാർട്ടി സമ്മേളനങ്ങൾ ബ്രാഞ്ച് മുതലുള്ളത് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ജില്ലാ സമ്മേളനം ഈ വരുന്ന 4, 5, 6 തീയതികളിലാണ്. അത് കണ്ണൂരിൽ വൈകുന്നേരം പൊതുസമ്മേളനം, പാറപ്പുറത്ത് നിന്ന് പതാക ജാഥ ആരംഭിച്ച് വൈകുന്നേരം എത്തിച്ചേരുന്നതോടുകൂടിയും കാവുമ്പായിൽ നിന്ന് കൊടിമരം കണ്ണൂരിലെത്തിച്ചേരുന്നതോടുകൂടിയാണ് പൊതുസമ്മേളനം ആരംഭിക്കുന്നത്. പ്രതിനിധി സമ്മേളനം നവനീതം ഓഡിറ്റോറിയത്തിലാണ് 2 ദിവസം 5, 6 തീയതികളിൽ പ്രതിനിധി സമ്മേളനം. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ MP ആണ്. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പഞ്ചാബിൽ വെച്ചാണ് സെപ്റ്റംബർ മാസം പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ 3 വർഷത്തിന് ശേഷമാണ് 11 വർഷത്തിന് ശേഷമാണ് കണ്ണൂരിൽ സമ്മേളനം നടക്കുന്നത്. ഈ കാലയളവിനുള്ളിൽ കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം ജില്ലയിലെ പുതിയ മേഖലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പാർട്ടിയിലേക്ക് പുതിയ മെമ്പർമാർ കടന്നു വന്നിട്ടുണ്ട്. പുതിയ പാർട്ടി ബ്രാഞ്ചുകൾ ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. മറ്റ് പാർട്ടികളിൽപ്പെട്ട ഒട്ടനവധി പേർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി CPIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകൾ അതിൻ്റെ മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുറേ കൂടി ആ പ്രവർത്തനം മെച്ചപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിലെ BJP ഗവൺമെൻറ്, മോഡി സർക്കാർ ജനവിരുദ്ധ നയങ്ങളും വർഗീയ വിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യൻ ഇടതുപക്ഷം ശക്തമായി അതിനെ ആശയപരമായും മറ്റു രീതിയിലും അതിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ ഗവൺമെൻറ്റിനോടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനക്കെതിരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ദേശീയ തലത്തിൽ ഇടതുപക്ഷം ശക്തമായ കേന്ദ്ര ഭരണാധികാരികളുടെ നയങ്ങൾക്കെതിരെയുള്ള നിലപാടുകൾ സ്വീകരിക്കണം. അപ്പോൾ തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി സമ്മേളനം ചേരുമ്പോൾ 100 വർഷം പൂർത്തിയാകുന്ന പാർട്ടി എന്നുള്ള നിലയിലുള്ള 100ാം വാർഷികാഘോഷത്തിൻ്റെ ഇടയിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. ഏറെ ഉത്തരവാദിത്വത്തോടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യവ്യാപകമായും ഈ സമ്മേളനത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. 1 വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷം ഉത്തർപ്രദേശിൽ പാർട്ടി രൂപീകരിച്ച കാൺപൂരിലാണ് ആരംഭിച്ചത്. ഈ ഡിസംബർ മാസം അത് ഗമ്മത്ത് അവസാനിക്കുകയാണ്. വളരെ ഗൗരവമായ ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടി കുറേ കൂടി മുന്നോട്ട് പോകാൻ ആശയപരമായി ശക്തമായ ഒരു ചെറുത്തുനിൽപ്പിന് വേണ്ടിയുള്ള ആലോചനകളും ചർച്ചകളുമെല്ലാം 25ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടക്കും. CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ, സ്വാഗത സംഘം ചെയർമാൻ CP ഷൈജൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ വെള്ളോറ രാജൻ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി A പ്രദീപൻ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി KT ജോസ്, P അജയകുമാർ, P അനിൽകുമാർ, KV സാഗർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 34 വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ്, പുതിയ ബസ് സ്റ്റാൻഡ്, ഇരിട്ടി. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഫാർമസി അസിസ്റ്റന്റ്, OT ടെക്നീഷ്യൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ്, ഏവിയേഷൻ, പ്രീ പ്രൈമറി TTC,
ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ MBA, BBA, MCom, BCom, +2 സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും. അഡ്മിഷൻ തുടരുന്നു. കേരള കോളേജ്, പുതിയ ബസ് സ്റ്റാൻഡ്, ഇരിട്ടി.